അപ്പോൾ മുന്നണി വിപുലീകരണ ചർച്ചകൾ ഇപ്പം മികച്ച ഒരു വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നേടാൻ കഴിഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെ ലീഗിൽ നിന്ന് ആദ്യം മുന്നണി ഒന്ന് വിപുലീകരിക്കണമെന്ന ആവശ്യം PK കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്നു. സ്വാഭാവികമായും PJ ജോസഫിന് ഇപ്പോൾ ജോസ് കെ മാണി ഇല്ലാതെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തെക്കൻ മേഖലകളിലൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തിനാ ജോസ് കെ മാണി ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്നത്? അണികൾ വന്നോട്ടെ, നേതാക്കന്മാർ വേണ്ടെന്നാണ് ജോസ്. ഏതായാലും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നാലെയുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. എന്ത് പറഞ്ഞാലും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ മുന്നണി വിപുലീകരണ ചർച്ചകളെ തുടർന്ന് ജോസ് കെ മാണി രൂക്ഷ വിമർശനം ഉയർത്തിയതോടെ കടുത്ത അതൃപ്തിയിലാണ് PJ ജോസഫ്. കണക്കുകളെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനാണ് ജോസ് കെ മാണിയുടെ ശ്രമമെന്നാണ് PJ ജോസഫ് വിഭാഗത്തിന്റെ അഭിപ്രായം. ഇനിയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ആവർത്തിക്കരുത് എന്ന് PJ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആഷിഖ് തന്നെയാണ് PJ ജോസഫിനോട് സംസാരിച്ചത്. ഈ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാതെ നേതൃത്വത്തെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. അതിന് പിന്നാലെയുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണവും നമ്മൾ കണ്ടു. ഒരു വലിയ തരത്തിലുള്ള ഒരു പരിഹാസ ചുവയോടെയൊക്കെയുള്ള ഒരു പ്രതികരണമായിരുന്നു ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെങ്ങനെയാണ് PJ ജോസഫ് വിഭാഗം എടുത്തിരിക്കുന്നത്? ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഈ അതൃപ്തി നേതൃത്വത്തെ അറിയിക്കാൻ തന്നെയാണോ നീക്കം? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് അമൃത ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പരിഹാസത്തിന്റെ സ്വഭാവത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ കടുത്ത അതൃപ്തി PJ ജോസഫിനുണ്ട്. എന്നാൽ അതിനോട് നേരിട്ട് മാധ്യമങ്ങളോടോ മറ്റോ പ്രതികരിക്കേണ്ട എന്ന നിലപാടാണ് ഇന്നലെ PJ ജോസഫ് സ്വീകരിച്ചത്. പക്ഷേ ഈ നിലയിലൊരു പ്രസ്താവന നടത്തിയിട്ട് കൂടിയും ഇനിയും മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള ആലോചനകൾ, സ്വീകരിക്കാനുള്ള ആലോചനകൾ UDF നേതൃത്വം നടത്തരുത് എന്നൊരു വികാരം കൂടി PJ ജോസഫ് വിഭാഗത്തിനുണ്ട്. ഞങ്ങളുള്ളത് PJ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിലാണ്. നമുക്കൊപ്പം PJ ജോസഫ് വിഭാഗത്തിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് കൂടി ചേരുന്നുണ്ട്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞത് പരുന്തിന് മുകളിൽ ഇരിക്കുന്ന കുരുവിയാണ് PJ ജോസഫ് വിഭാഗം എന്നുള്ളതാണ്. എന്നാൽ കണക്കുകൾ അങ്ങനെയല്ല കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അത് നമ്മൾ ആലോചിക്കേണ്ടത്, ഏതാണ്ട് 1000-ഓളം സീറ്റിൽ മത്സരിച്ച ഒരു പാർട്ടി 25% പോലും സീറ്റ് ജയിക്കാതെ നിൽക്കുമ്പോൾ 640-ഓളം സീറ്റ് മത്സരിച്ച് അതിൽ 340-ഓളം സീറ്റ് ജയിച്ച് 50% മുകളിൽ ജയിച്ചു നിൽക്കുന്ന വേറൊരു പാർട്ടിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളത് ആലോചിക്കണം. കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് 130 അടുപ്പിച്ച സീറ്റുകളിലാണ് നേരിട്ട് മത്സരിച്ചത്. രണ്ടിലെയും നമ്മുടെ ഓട്ടോറിക്ഷയും കൂടെ. അതിൽ തന്നെ ഏതാണ്ട് 68% സീറ്റുകളിൽ ഓട്ടോറിക്ഷ ജയിച്ചു നിൽക്കുന്നത്. അപ്പം സകല മേഖലയിലും ഒരു വിജയക്കൂടി വാർച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തോടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു വിഷമം കാരണമോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണമാണെന്ന് മാത്രമേ കരുതാൻ സാധിക്കും. ഇതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഘട്ടത്തിൽ പോലും PJ ജോസഫ് സാറിന്റെ ഭാഗത്താണ്, ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്താണ് ഈ നിലയിലൊരു കടുത്ത പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒരു കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ എന്ന പരിഗണന എല്ലാ ഘട്ടത്തിലും PJ ജോസഫിന്റെ ഭാഗത്തു നിന്ന് മറുപക്ഷത്തോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ആ നിലയിലൊരു പ്രതികരണം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ടായിരുന്നു. അല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് PJ ജോസഫ് എന്ന ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ആകെ ഒരു കാര്യം പറഞ്ഞുള്ളൂ: ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും തിരിച്ചു പിടിച്ചിരിക്കും എന്നൊരു വാഗ്ദാനം തൊടുപുഴയിൽ വെച്ച് നടന്ന UDF മഹാസമ്മേളനത്തിൽ PJ ജോസഫ് അന്ന് വന്നിരുന്ന മുന്നണി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവരെ സാക്ഷി നിർത്തി പറയുകയുണ്ടായി. ഈ 3 ജില്ലകൾ നമ്മൾ തിരിച്ചു പിടിക്കും. അവിടെയാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലകൾ. അത് പറഞ്ഞതുപോലെ തന്നെ ഉജ്ജ്വല പുരുഷത്തോടെ തിരിച്ചു പിടിച്ചു. അത് മാത്രം നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ ഔട്ട്കമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ മുന്നണിയിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിക്കണം എന്നുള്ള ഒരു ആലോചനയാണ് അപ്പോഴും UDF നേതൃത്വം സ്വീകരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ PJ ജോസഫ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അവരെ സ്വാഗതം ചെയ്യണമെന്നുള്ള അഭിപ്രായം കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങൾക്കും കേരള കോൺഗ്രസ് എതിർപ്പല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു വിഭാഗം ഇവിടെ ഇല്ലാതെ തന്നെ അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ പറയുന്ന കടുത്തുരുത്തി, ഇപ്പം പൊളിറ്റിക്കൽ വോട്ടെടുക്കുക, കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുള്ളത്. ഒന്ന് കടുത്തുരുത്തി, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് 9000 വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം. അതുപോലെ കുറവലങ്ങാട്, അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ജോസ്മോൻ മുണ്ടയ്ക്കൻ, ജയിച്ചത് ഏതാണ്ട് 5000 വോട്ടിന് അടുപ്പിച്ച്. ഉഴവൂരെന്ന് പറയുന്നത് ഈ മരങ്ങാട്ട് പള്ളിയൊക്കെ ഉൾപ്പെടുന്ന, ഉഴവൂരൊക്കെ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ മണ്ണി ഗ്രൂപ്പിന് ശക്തിയുള്ളൊരു ഡിവിഷനാണ്. അവിടെ അവരാണ് ജയിച്ചത്. പക്ഷേ അത് ഏതാണ്ട് കേവലം 350 വോട്ടിനാണ് ജയിച്ചത്. അപ്പം
ആ ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അസംബ്ലി എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 15,000 വോട്ടോളം അല്ലെങ്കിൽ 14,000 വോട്ടോളം ഭൂരിപക്ഷമാണ്. അതുപോലെ നമ്മൾ ഏത് നിയമമണ്ഡലം എടുത്തു, പാല എടുത്തു, ഇടുക്കി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ മന്ത്രിയുടെ നിയോജകമണ്ഡലമാണ്. അവിടെ അഗസ്റ്റിന്റെ മണ്ഡലമാണ്. അവിടെ 10 മണ്ഡലങ്ങളുള്ള മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 9 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. 10 ഇടത്തും UDF ജയിച്ചത്. അതുപോലെ അവിടെ 2 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ആ 2 ബ്ലോക്ക് പഞ്ചായത്ത് UDF ജയിച്ചു. മുനിസിപ്പാലിറ്റി കട്ടപ്പന UDF ജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മുരിക്കാശ്ശേരി ഒക്കെ ഉൾപ്പെടുന്ന ആ 2-3 ജില്ലാ പഞ്ചായത്ത് അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അതും UDF ജയിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 9 പേര് 2 ചിഹ്നത്തിൽ നിന്നു. 9 പേരും തോറ്റുപോയി. അവിടുത്തെ തൃക്കൊടിത്താനം എന്ന് പറയുന്ന ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ആ തൃക്കൊടിത്താനം പഞ്ചായത്ത് LDF ഭരിക്കുന്ന തൃക്കൊടിത്താനത്ത് കഴിഞ്ഞ പ്രാവശ്യം 8,000 വോട്ടിനാണ് ജില്ലാ പഞ്ചായത്ത് തോറ്റുപോയത്. അത് UDF തോറ്റത്. അത് ഈ പ്രാവശ്യം 800 വോട്ടിന് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. ആ പഞ്ചായത്ത് 25 വർഷത്തിന് ശേഷം UDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസിൻ്റെ 7 പേര് മത്സരിച്ചു, 6 പേര് ജയിച്ചു. കോൺഗ്രസിൻ്റെ 6 പേര് ജയിച്ചു. ഉജ്ജ്വലമായിട്ട് ആ പഞ്ചായത്ത് ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ ഇവരില്ലാതെ തന്നെ തിരിച്ചു പിടിച്ചെടുത്ു കഴിയുമ്പോൾ ഈ മുന്നണിയിൽ എന്തൊരു സൗഹൃദ സ്വഭാവമുണ്ട്, സമാധാന സ്വഭാവമുണ്ട്. ഇതിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും സീറ്റ് ചർച്ചകളിൽ തന്നെ തർക്കം തുടങ്ങും. പാല കിട്ടുമോ, കടുത്തിരുത്ത് വിട്ടുകൊടുക്കുമോ, ചങ്ങനാശ്ശേരിയുടെ കാര്യം എടുക്കുക, റാന്നി സീറ്റിൻ്റെ കാര്യം എടുക്കുക, ഇടുക്കി സീറ്റിൻ്റെ കാര്യം എടുക്കുക, തൊടുപുഴ ഇവർ മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇവർ വരുന്നത് തീർച്ചയായിട്ടും മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് മോൻസ് ജോസഫും PJ ജോസഫും ഈ വ്യക്തമാക്കുന്നത്. കണക്ക് നിരത്തിയുള്ള പരിഹാസത്തിന് കൃത്യമായി കണക്ക് നിരത്തി തന്നെ മറുപടിയും ജോസഫ് വിഭാഗം പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പുറത്തേക്ക് ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കുന്നതിൽ UDF-ലെ മുതിർന്ന നേതാക്കൾക്ക്, പ്രത്യേകിച്ച് കൺവീനർ അടൂർ പ്രകാശിന് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുത്ത് അത് മുളയിലെ നുള്ളുകയാണ് ജോസഫിനെയും അപ്പു ജോസഫിന്റെയും ലക്ഷ്യം. അപ്പോൾ ഇല്ലാതെ തന്നെ, ജോസ് കെ മാണി ഇല്ലാതെ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലൊക്കെ നല്ല വിജയം നേടാൻ, നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണിപ്പോ ജോസിനെ കൊണ്ടുവരുന്നത് എന്നതാണ് ചോദ്യം. അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അപ്പുവിന്റെ.